പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം പച്ചമാങ്ങയല്ല, ഇപ്പം മാംഗോ സീസണാണ്, മാങ്ങകളുടെ സീസണാണ്. ഒരുപാട് മാങ്ങകളൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. എവിടെ മാവുണ്ടോ അവിടെ കഴിക്കും മാങ്ങ അല്ലേ. പച്ചമാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് എന്താണ്, ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ടെന്ന് കുഴച്ച് വായിലേക്ക് ഇടുമ്പോ കൊതിപ്പിക്കല്ല, നല്ലുവിന്റെ ഫേവറേറ്റ് ആണ്. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ ഉപ്പും മുളകും നെയ്യൊന്നൊക്കെ ഒഴിച്ചിട്ടുള്ള സംഭവം ഒന്നല്ല പറഞ്ഞിരുന്നത്, മറിച്ച് എന്താണ് ഇന്ന് എന്താണത്? യെസ്, കാലുമിഠായി. യെസ്, ഇന്ന് നമ്മൾ മാങ്ങ ഉപയോഗിച്ച്, പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മിഠായി ഉണ്ടാക്കുന്നതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 തവണ ഉണ്ടാക്കി, 2 തവണയും നല്ല ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കല്ല് പോലെ, നമ്മൾ സാധാരണ മിഠായിൻ്റെ പോലെ കിട്ടിയില്ല, ജെല്ലി മിഠായി പോലെയായിരുന്നു കിട്ടിയത്. യെസ്, ഇപ്പോൾ കറക്റ്റ് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള കറക്റ്റ് ലെവലിലുള്ള മിഠായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വെറും 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിഠായിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം പറഞ്ഞു കൊടുത്താലോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഓക്കെ, ഈ ഒരു മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പച്ചമാങ്ങയാണ്. ഞാനിവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്തത്. നമുക്ക് പുളിപ്പുള്ള മാങ്ങ എടുക്കാം, പുളിപ്പ് കുറഞ്ഞ മാങ്ങ എടുക്കാം, അതൊന്നും ഒരു പ്രശ്നമില്ല. പുളിപ്പുള്ളതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, പക്ഷെ ഞാനിവിടെ എടുത്തത് പുളിപ്പ് കുറഞ്ഞൊരു മാങ്ങയാണ്. അടുത്തത് വേണ്ടത് പഞ്ചസാരയാണ്. ഇവിടെ പുളിപ്പ് കുറഞ്ഞ മാങ്ങ ആയതുകൊണ്ട് ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ 14 15 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ഗ്ലാസ് കൂടി വെള്ളം വേണം നമുക്ക്. ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളം വേണം. നെക്സ്റ്റ് ഐറ്റം തികച്ചും ഓപ്ഷണലാണ്, ഫുഡ് കളറ്. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, മിഠായിക്ക് ഒരു ഭംഗി വേണ്ടത് കൊണ്ട് മാത്രം ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ, മിഠായി ഉണ്ടാക്കുകയാണെങ്കിൽ കളറ് ചേർക്കണ്ട, ജസ്റ്റ് അവോയ്ഡ് ചെയ്താൽ മതി. ടേസ്റ്റിനൊരു വ്യത്യാസവും വരില്ല. മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്തത് ഒരു നുള്ളു ഉപ്പ് കൂടി വേണം. ഇത്രയും ഐറ്റംസ് മാത്രമേ വേണ്ടൂ. ഇനി നമുക്ക് മാംഗോയുടെ തൊലി നന്നായിട്ടങ്ങ് കളഞ്ഞെടുക്കാം. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതിനെ. അങ്ങനെ ഞാനിത് മുറിച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി നമുക്കിതിനെ അരച്ചെടുക്കാം. അങ്ങനെ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി മാങ്ങ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിനുശേഷം 10 ടേബിൾ സ്പൂൺ പഞ്ചസാര പാത്രത്തിലേക്ക് ഇടുക. പുളിപ്പില്ലാത്ത മാംഗോ ആയതുകൊണ്ടാണ് 10 ടേബിൾ സ്പൂൺ എടുത്തത്, അല്ലെങ്കിൽ 14 15 ടേബിൾ സ്പൂൺ എടുക്കണം. ഓക്കെ, പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. അതിനുശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ ജ്യൂസില്ലേ, അത് ഒന്നുകൂടി അരിച്ചതിന് ശേഷം ഈ പഞ്ചസാര ലായനിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഫുഡ് കളർ ഒരു തുള്ളി ചേർത്ത് കൊടുക്കുക. വീഡിയോയിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഫുഡ് കളർ ചേർക്കുന്നത്. വീട്ടിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ടേസ്റ്റിലൊരു വ്യത്യാസം വരില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല പോലെ പതഞ്ഞൊക്കെ വരും. അപ്പം നന്നായിട്ട് ഇളക്കി കൈയെടുക്കാതെ ഇളക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് മിഠായിയുടെ പരിവായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് ഒരു സ്പൂണ് ഇതിലേക്ക് ഉറ്റിച്ച് നോക്കുക. അപ്പം അടിയിൽ കട്ട പോലെ വന്നിട്ടുണ്ടെങ്കിൽ മിഠായിൻ്റെ ആ ഒരു കൂട്ട് ശരിയായി എന്നാണ് അർത്ഥം. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ വെള്ളം പോലെയാണ്, അലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ട് ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെയും നന്നായിട്ട് കുറുക്കിയെടുക്കണം.
പിന്നെ ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് ഒഴിച്ച് നോക്കുന്നുണ്ട്. അപ്പം ഏകദേശമായി വരുന്നുണ്ട്. ഇതാ ശരിക്കും ആയിട്ടില്ല. അതാ ഒന്നുകൂടി കട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി കുറുക്കി എടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. ഇത് കണ്ട ഒന്നുകൂടി കട്ടയായി വരണം. പിന്നെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് നമുക്കിതിലേക്ക് ഒറ്റിച്ച് നോക്കാം. എന്നിട്ട് ഇത് തിക്കായിനോ നോക്കാം. ഇതൊരുവിധം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ്, ഇതാണ് കറക്റ്റ് ലെവൽ. ഇത് കണ്ടോ, ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും മതി. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൂട്ട് അധികം തണിയാനൊന്നും കാതെ നിൽക്കണ്ട. അപ്പം തന്നെ ഇങ്ങനത്തെ ചോക്ലേറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലുവിന് കോലുമിഠായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2 കോല് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ സാവധാനം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ചോക്ലേറ്റ് മോൾഡ് ഇല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടാവും, അതിൽ കുറച്ചായിട്ട് റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സാധാ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ചായിട്ട് റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് കിട്ടാൻ കുറച്ച് പാടുണ്ടാവും, എങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് 15-20 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ 15 മിനിറ്റ് അല്ല 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മിഠായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കിയാലോ. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കിട്ടും നമുക്ക്. അപ്പോൾ കറക്റ്റ് കല്ല് പോലെ തന്നെ ഉണ്ട്. യെസ്, നമുക്കൊന്നുകൂടി എടുത്തു നോക്കാം. യെസ്, ഇതും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് മോൾഡ് ഇല്ലാത്തവർ ഇങ്ങനെ പ്ലേറ്റിൽ ഒഴിച്ചു വെച്ചാൽ മതി. ഇതുപോലെ എടുക്കാം. ഷേപ്പ് എങ്ങനെയൊക്കെ ആണെങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ കോലുമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിഠായി ഉണ്ടാക്കുന്ന കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു മാംഗോ എല്ലാം എടുത്തിട്ട് വേഗം മക്കൾക്കൊക്കെ ഒരു മിഠായി ഒക്കെ ഉണ്ടാക്കി കൊടുക്കി. എന്ത് പെട്ടെന്ന് കഴിയുന്നല്ലേ. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മിഠായിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ഒരു മിഠായി ഉണ്ടാക്കി കഴിഞ്ഞാൽ യെസ്, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. പിന്നെ എന്താണ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ആംശം കൂടി ചെയ്യാം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.